വയനാട് മൂലങ്കാവ് മേഖലയിൽ കാട്ടുതീയുടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഇപ്പോഴും തീ പരിപൂർണമായി നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. എങ്കിലും അപകട സാഹചര്യം ഇല്ല എന്നതാണ് കമൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തീയണയ്ക്കുള്ള പരിശ്രമം എല്ലാ മേഖലകളിലും വനപാലകരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തുടരുകയാണ്. ഭയങ്കര കത്തായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. ഇപ്പോഴും അവിടെ കത്ത് തുടങ്ങി വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. ഇങ്ങോട്ട് കത്ത് പിടിച്ചാൽ വീടിനൊക്കെ ഭീഷണിയാണ്. ഇപ്പം അപകടം കുറഞ്ഞു. ആ തീ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ഈ തുറവിനൊക്കെ പിടിച്ചാൽ വീടുകൾക്കൊക്കെ പ്രശ്നമാണ്. ഹെക്ടർ കണക്കിന് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, കത്തി തീർന്നുണ്ട്. ഈ പ്രദേശം മുഴുവൻ ഈ വള്ളുവാടി റോഡിൻ്റെ അവിടേക്ക് ടച്ച് ആവാൻ മാത്രമേ അവിടെ മാത്രം ഒഴിവുള്ളൂ. ഇപ്പോൾ പെട്ടുകൊണ്ട് ഈ വീട് സൈഡുകളെല്ലാം കത്തിയിട്ടുണ്ട്. ആനയുണ്ട്, നരിയുണ്ട്, പാട്ടി, എല്ലാ മൃഗങ്ങളുണ്ട്. എല്ലാം ഭീഷണി, എല്ലാം കണ്ടമാനം മൃഗങ്ങൾ ചത്തുകയും. കമല, പ്രദേശത്ത് അതിനടുത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? വലിയ തീയാണ് എന്നാണല്ലോ ആളുകൾ പറയുന്നത്. നമ്മൾ പുറമേക്ക് കാണുന്നതും ആ ദൃശ്യങ്ങൾ കാണുന്നതിനും അപ്പുറത്ത് വലിയൊരു മേഖല കത്തി എന്ന് വേണം നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താണ് സ്ഥിതി? രതീഷ്, ഒരു 100 ഏക്കറിലധികം വനം കത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു വശത്താണ്. നേരത്തെ ഇപ്പോൾ അല്പം മുമ്പ് ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്ത ആ കുന്നിൻ്റെ മറുവശം അവിടെ കത്തി അമർന്നിരിക്കുന്നത് കാണാം. അടിക്കാടും മുളയും എല്ലാം കത്തി വെണ്ണീറായി ഇപ്പോഴും പുകയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. അങ്ങിങ്ങ് തീയുണ്ട്. കുറച്ച് ദൂരെയൊക്കെ മുളങ്കൂട്ടം ഇപ്പോഴും കത്തുന്നത് കാണാം. മറ്റൊന്ന്, ഇവിടെ വലിയൊരു നാശനഷ്ടം ഉണ്ടായതിൻ്റെ പരിസരത്തു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പന്നി ഫാം, വനത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പന്നി ഫാമിൽ മേൽക്കൂരയ്ക്ക് അടക്കം തീപിടിച്ച പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉരുകി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പന്നി ഫാമിലെ പന്നികൾക്ക് അടക്കം പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തീ വലിയ രീതിയിൽ പടരുന്നതിന് മുൻപ് തന്നെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പന്നി ഫാമിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് സംസാരിക്കാം. ഇതിനുള്ളിലൊക്കെ പന്നികളുണ്ട്. അവിടെ വെച്ചാണ് ഈ തീ പടർന്ന് ഇതിൻ്റെ മേൽക്കൂരയിലേക്ക് പടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഉരുകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, എന്താ സംഭവിച്ച? ചേട്ടാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഹലോ, ഈ കാട്ടുതീ എങ്ങനെയാ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാനാണ് ഫാമിൽ കയറി തീ പിടിച്ചത്. എന്താ സംഭവിച്ചത് ഇവിടെ? ഇപ്പം ഇവിടെ കുറേ പന്നികൾ പൊള്ളിയിട്ടുണ്ട്, പുള്ളുകളേറ്റ് ഇതായിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്? ഇല്ല, വെള്ളം അടിച്ച് കുറേ നേരത്തിൽ അയച്ചു പുറത്തിറക്കി വിട്ടു. പിന്നെ ഇപ്പം അടിച്ച് കയറ്റിട്ടുള്ളൂ. മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും? മേൽക്കൂര മൊത്തം പോയി. ഈ പ്ലാസ്റ്റിക് ഷീറ്റിന് തീ പിടിച്ചോ? പ്ലാസ്റ്റിക് കിറ്റിയിൽ തീ പിടിച്ചു. മുളയിൽ തീ വന്നിട്ട് ഇതിലേക്ക് പിടിച്ചു. അപ്പോൾ കുറേ നനച്ചിട്ടൊന്നും തീ നിന്നിട്ടില്ല. ഈ പ്ലാസ്റ്റിക് ഉരുകി താഴേക്ക് ഒഴുകി. അതാണ് പന്നീൻ്റെ മുഖത്തോട്ട് കുറേ ചാടി, കുറേ നേരത്തിൽ പുറത്ത് ചാടിച്ച്. അപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ലാണ്ട് അവസ്ഥയിലായിട്ട്. അതാണ് പറയുന്നത്. പന്നി ഫാമിൻ്റെ ഉടമയാണ് സംസാരിച്ചത്. ഇത്തരത്തിൽ കാടിനോട് വളരെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ആ സ്വകാര്യ ഭൂമിയിലേക്ക് അടക്കം തീയെത്തി. പന്നി ഫാം കത്തി. അതിനപ്പുറത്ത് വാഴയുടെ ഇലയൊക്കെ നമുക്ക് കാണാം രതീഷ്. ആ ഒരു വാഴ നിൽക്കുന്നത് കണ്ടോ ഫാമിനപ്പുറത്ത്? അതൊക്കെ ആ തീയുടെ ഒരു ആഘാതം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു കവുങ്ങ് അടക്കം കത്തിപ്പോയി. നിരവധി കാർഷിക വിളകൾക്കൊക്കെ അത്തരത്തിൽ തീ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കരുതിയേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഈ പന്നികളെയും മറ്റും നോക്കാൻ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടോ? ഉൾഭാഗത്തേക്ക് മറ്റേതെങ്കിലും വീടുകൾക്കും ജനവാസ സ്ഥലങ്ങളിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അക്കരെ ഭാഗങ്ങളിലൊക്കെ തീ പിടിച്ച് ഞങ്ങളിപ്പോൾ കെടുത്തിയിട്ടാണ് വരിക. ആ ഭാഗത്ത് തീ പിടിച്ച് കുറേ കണ്ടവാനം അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ജനവാസ മേഖലയിൽ കുറേ സ്ഥലത്തുണ്ടോ? കുറേ ഭാഗത്ത് തീ പിടിച്ചു. ഇപ്പം തീ കത്തിക്കൊണ്ടിരിക്കുക. ആ ഭാഗത്ത്. ഏത് ഭാഗത്ത്? അക്കരെ ആക്കുന്നില്ലേ? നരിക്കോലി ഭാഗത്തും തീ പിടിച്ചിട്ടുണ്ട്. മൊത്തം തീയായിരുന്നു എല്ലായിടത്തോടെ. തെങ്ങ് കുറേ പോയി. തെങ്ങിന്റെ മണ്ടയ്ക്കാണ് തീ പിടിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസേ പെട്ടെന്ന് എന്താ ചൂട് കൂടിയത്? എന്താ പറ്റിയത്? സംഭവിച്ചാൽ നമുക്കറിയില്ല. ഫുൾ തീയായിരുന്നു. പിന്നെ ഒരു ഇവിടുന്ന് വിട്ടുപോവുകയാണ് തീ അങ്ങോട്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ? കൺട്രോളായോ? കൺട്രോളായി. ഒരുവിധം ഇപ്പൊ കുറവുണ്ട്. തീ ഏകദേശം ചില ഭാഗങ്ങളിലൊക്കെ മൂലങ്കാവ് ഭാഗം കൺട്രോൾ ആയിട്ടില്ല. അതുപോലെ ഓടപ്പളം ഭാഗവും കൺട്രോൾ ആയിട്ടില്ല. അവിടെ കണ്ടവാൻ ആൾക്കാർ നിൽക്കുകയാണ്. ഇതിപ്പോ ഇതിന് തുടർച്ചയുണ്ടോ? ഈ ഫോറസ്റ്റ് മൊത്തം തീയാണ്. അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇതിന്റെ ചുറ്റും ജനവാസ മേഖലയായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് തന്നെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തീ നിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പുറത്തേക്ക് കിടക്കാനില്ല. ഏകദേശം കത്തി തീർന്നു. അതാണ് രതീഷ് ഒരു ബിറ്റ്. അതായത് നമ്മൾ പറയുന്ന ഈ ഒരു ജനവാസ മേഖലകളെ ചുറ്റപ്പെട്ട ഒരു വനമേഖല പൂർണ്ണമായും കത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ആ വനമേഖലയുടെ ഒരു ഭാഗത്താണ് ഞാനിപ്പോഴുള്ളത്. കൂടുതൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം തീ
ഇതിനുള്ളിലൊക്കെ, ഈ ചാരത്തിനുള്ളിലൊക്കെ പല ഭാഗത്തും തീ കത്തുന്നുണ്ട്. എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സ്വകാര്യ ഭൂമിയിലേക്ക് അടക്കം നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ ഓടപ്പള്ളം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. രതീഷ്, മുളങ്കൂട്ടങ്ങൾക്ക് തീപിടിച്ചു, വനമാകെ കത്തി നശിച്ചു. അവിടെ ഇപ്പോഴും പുകയുന്നതടക്കം നമുക്ക് കാണാം. ഒരു പന്നി ഫാമിന് തീപിടിച്ചു, പന്നികൾക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. നാട്ടുകാർ പറയുന്ന വനമേഖല പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ്. കമൽ, ഈ അപകടത്തിന്റെ, ഈ തീപിടുത്തത്തിന്റെ ഒരു ആഴം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി വരികയാണല്ലോ. ഈ ജനവാസ മേഖല സമീപത്തുണ്ട് എന്ന് പറയുന്നു. മറ്റു ഫാമുകൾക്കോ വീടുകൾക്കോ കേടുപാടില്ല എന്ന് ഉറപ്പിക്കാമോ? ഈ ഒരു പന്നി ഫാം അല്ലാതെ മറ്റിടങ്ങളിൽ വലിയ പ്രശ്നമില്ല എന്ന് ഉറപ്പിക്കാമോ, ഈ വനം കത്തിപ്പോയെങ്കിലും? മറ്റിടങ്ങളിൽ കാർഷിക വിളകൾ ഓരോ അതിർത്തി മേഖലകളിൽ നശിച്ചിട്ടുണ്ട്. വാഴയും കമുകും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പന്നി ഫാം കത്തിയത് തന്നെയാണ് പ്രധാനമായൊരു സ്വകാര്യ ഭൂമിയിലുണ്ടായൊരു നാശനഷ്ടം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയുന്നത്. മറ്റെന്തെങ്കിലും വിവരം ലഭിക്കാനുണ്ടോ എന്നറിയില്ല. തീയണയ്ക്കാനുള്ള ശ്രമം എല്ലായിടത്തും തുടരുകയാണ്. രതീഷ്, ഒരു പന്നിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഉടമ പറയുന്നത്. അതാണ് അദ്ദേഹം നമ്മളെ വിളിച്ച് കാണിക്കുന്നത്. ഒരു പന്നിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉരുകി വീണതാകണം. അപ്പുറത്തെ ചെവി ആ ഭാഗം